നമ്മൾ തട്ടുകട സ്റ്റൈലിൽ ഒരു കപ്പ മുട്ടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് കപ്പ മുട്ട തട്ടുകട സ്റ്റൈലിൽ റെഡിയാക്കാമെന്ന് നോക്കാം. മുട്ടക്കപ്പ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം കപ്പ ഒരു കിലോ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒരല്പം, മുട്ട നമ്മൾ 5 എണ്ണം എടുത്തിട്ടുണ്ട്. 5-ൽ കൂടുതലായാലും കുഴപ്പമില്ല, കുറയരുത്. 5-6 എണ്ണം എടുക്കാം, 6-7 എണ്ണം വരെ എടുക്കാം, പക്ഷെ കുറയരുത്. അപ്പൊ നമ്മളിപ്പോൾ 5 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പെപ്പർ പൗഡർ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ആണ്. കറിവേപ്പില ആവശ്യത്തിന്. തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. സവോള ഞാനൊരു 4 സവോള വെച്ചിട്ടുണ്ട്. പച്ചമുളക് 4 എണ്ണം. റെഡ് ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് മുട്ടക്കപ്പ എങ്ങനെയാണ് തട്ടുകട സ്റ്റൈലിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 4 സവോളയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ഇട്ട് കൊടുക്കാം. കുറച്ച് മാറ്റി വെച്ചാൽ മതി. 4 സവോള നമ്മൾ എടുത്തതിന് കുറച്ച് മാറ്റി വെച്ച് ബാക്കി ഇട്ട് കൊടുക്കാം. നമ്മൾ സവോള നമ്മൾ ഇട്ടിട്ട് ഒന്ന് വഴണ്ടി വന്നാൽ മതി, നല്ല ബ്രൗൺ ഒന്നും ആവണ്ട. ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. മുളക് പൊടി, പെപ്പർ പൗഡർ, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ എടുത്തതിന് ഒരല്പം പച്ചമുളക് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഇട്ടാൽ മതി. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ 5 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ കപ്പ വേവിക്കുമ്പോൾ ഒരല്പം ഉപ്പിട്ടാണ് വേവിച്ചത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 ഗ്ലാസ് ഒഴിച്ചാൽ മതിയാവും, അതിൽ കൂടരുത്. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഒന്ന് തിള വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പ ഇടാം. കുറച്ചായിട്ട് കപ്പ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കപ്പ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വഴറ്റിയ മിക്സിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മുട്ട റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സവോള ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കപ്പ വേവിക്കുമ്പോൾ മിക്സ് റെഡിയാക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം മുട്ടയിലേക്ക് വേണ്ട കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, ഒത്തിരി ഉപ്പാവരുത്. ഇനി നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ നല്ലപോലെ വേവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ആയാൽ മതി. അപ്പോഴേ നമ്മൾ കപ്പ ഇടുമ്പോൾ അതിലേക്ക് നേരെ ഈ മുട്ടയെല്ലാം പിടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ മുട്ട ഇത്രയും ആയാൽ മതി, വെന്തില്ല എന്നായാൽ മതി. ഇനി നമുക്കിതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുഴുവൻ കപ്പ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരല്പം പെപ്പർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ പൊടിഞ്ഞ് വരണം. അപ്പോഴാണ് നമ്മുടെ മുട്ടക്കപ്പ തട്ടുകട സ്റ്റൈൽ റെഡിയാവുക. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഗ്ലാസ് വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
അപ്പോഴേ നമ്മുടെ മുട്ട ഈ കപ്പയായിട്ട് നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നല്ലപോലെ, അപ്പോഴാണ് നമ്മുടെ തട്ടുകട സ്റ്റൈൽ ആ ഒരു ഫ്ലേവർ ഈ മുട്ടയും കപ്പയും കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് അതിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ച് ഇളക്കുന്നതിന് നല്ലത് നമ്മൾ ഗ്ലാസിൻ്റെ വക്ക് കൊണ്ട് കുത്തി കൊടുക്കുന്നതാണ്, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കപ്പ മുട്ട റെഡി ആയിട്ടുണ്ട്. തട്ടുകട സ്റ്റൈൽ കപ്പ മുട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തട്ടുകട സ്റ്റൈൽ എന്ന് പറയും, നമ്മളിത് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇങ്ങനെ വിതറി കൊടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ തട്ടുകട സ്റ്റൈൽ എന്ന് പറയുന്ന വരുള്ളൂ. അപ്പം ഇനി നമുക്കിത് സെർവ് ചെയ്യാം. കപ്പ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.